നമസ്കാരം. അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ രോഗശമനം വന്ന് തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിക്കുവാനും യാത്രകളും ചർച്ചകളും പുനരാരംഭിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഒരുപക്ഷെ മാർച്ച് മാസം പകുതി മുതലാണ് അതൊരു സജീവമായി തീരുവാനിടയുള്ളൂ. എന്നിരുന്നാൽ പോലും വളരെ സമാധാനപരമായിട്ട് പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. ജൂൺ മാസം മുതൽ പുതിയ വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും. അതിൻ്റെ വെളിച്ചത്തിൽ 3 മാസത്തെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ദൂരദേശവാസം വേണ്ടി വരുവാൻ ഇടയുണ്ട്. ഒരുപക്ഷെ മാസത്തിലൊരിക്കൽ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം ദൂരദേശത്തായിരിക്കും ഇതിനൊരു പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ ഇടയുള്ളത്. പല പ്രകാരത്തിലും കഴിഞ്ഞ 7-8 മാസമായിട്ട് ജൂൺ മാസം മുതൽ തന്നെ 2025 ജൂൺ മാസം മുതൽ തന്നെ തടസ്സങ്ങൾ പലതും വന്നു ചേരുകയും ചില കാര്യങ്ങളിലെല്ലാം തന്നെ അവിചാരിതമായിട്ടുള്ള ചെലവുകൾ വർദ്ധിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ 3 മാസമായിട്ട് സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിൻ്റെ വെളിച്ചത്തിൽ ഈ മാസത്തിൽ കടം വാങ്ങുവാനുള്ള സാഹചര്യത്തിൽ നിന്നും തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു പോകുവാൻ ഇടയുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ മിക്ക ദിവസങ്ങളിലും വർദ്ധിക്കുന്നത് വഴി പല ദിവസങ്ങളിലും ഗൃഹത്തിൽ വളരെ വൈകിട്ട് മാത്രമേ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. മേലധികാരികളുടെ പ്രത്യേക താൽപ്പര്യപ്രകാരം ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും വിഹംഗവീക്ഷണം വേണ്ടി വരുവാനും കുറേ കീഴ് ജീവനക്കാരുടെ ചുമതലകൾ കൃത്യമാക്കി തീർക്കുവാനുള്ള ചുമതലകൾ വന്നു ചേരുവാനും ഇടയുണ്ട്. ജൂൺ മാസം മുതൽ 1 വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പുതിയ കരാർ ജോലികൾ ഏറ്റെടുക്കുവാനിടവരും. 1 വർഷത്തിൻ്റെ ഉള്ളിൽ വിളവെടുപ്പിന് അനുകൂലമാകും വിധത്തിലുള്ള കൃഷി രീതികൾക്ക് ഈ ഒരു മാസത്തിൽ തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട്. കാര്യനിർവഹണ ശക്തി പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും. പരീക്ഷയിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയില്ല എങ്കിൽ പോലും പരാജയങ്ങളൊന്നും ഉണ്ടാവുകയില്ല. വിജയശതമാനം കുറയുമെങ്കിൽ പോലും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള വിജയം കൈവരിക്കാൻ തക്കവണ്ണം പരീക്ഷ എഴുതുവാൻ സാധിക്കുന്നതുമാണ്. വിലപ്പെട്ട സമയം പാഴാക്കുന്ന മക്കൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം നൽകുവാനിടവരും. വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി വിനിയോഗിക്കുവാനായിട്ട് അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്. നാഡി നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുമെങ്കിലും യോഗയും പ്രാണായാമവും സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുകയും അത് ജീവിതചര്യയായിട്ട് മാറ്റുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു പരിധിവരെ ഈ അരിഷ്ടതകളെ അതിജീവിക്കാൻ സാധ്യതയുണ്ട്. കർമ്മമണ്ഡലങ്ങളിൽ ആധുനിക സംവിധാനം അവലംബിക്കുകയും പുതിയ പ്രചരണ രീതികൾക്ക് തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. പലപ്പോഴും അന്യരെ സംശയിക്കുന്ന അനാവശ്യമായിട്ടുള്ള ചിന്തകളെല്ലാം ഒഴിവാക്കി സ്വയം ധ്രുവീകരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇങ്ങനെയുള്ള വിജ്ഞാനം ആർജിച്ചും കൊണ്ട് സ്വയമേവ തയ്യാറാകുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നതുമുണ്ട്. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുവാൻ തീരുമാനിക്കും. ഉദ്യോഗത്തിനോടനുബന്ധമായിട്ട് ഉപരിപഠനത്തിന് ചേരുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. സഹപാഠികളോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരം വന്നു ചേരുമെങ്കിലും വാഹനം ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പൂർണ്ണത പോരാത്ത പദ്ധതികൾക്ക് തിരസ്കരിക്കപ്പെടാൻ ഇടയുള്ളതുകൊണ്ട് അതൊരു പൂർണ്ണതയിലെത്തിയിട്ട് മാത്രം മതി ആവിഷ്കരിക്കുക, അവലംബിക്കുക എന്ന ധാരണയോടുകൂടി തന്നെ കീഴ് ജീവനക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകുവാനും ഒരുപക്ഷെ ജൂൺ മാസത്തിന് ശേഷം പദ്ധതികൾ സമർപ്പിക്കാൻ തക്കവണ്ണം ഒരു പുനർപരിശ്രമത്തിന് തയ്യാറാകുവാനും ഇടയുണ്ട്. അന്ധമായിട്ടുള്ള വിശ്വാസത്തിൽ നിന്നും പിന്മാറി കൃത്യമായുള്ള രീതിയിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. അഹംഭാവം ഒഴിവാക്കി വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നത് വഴി കുടുംബത്തിലും തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലും ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. സഹനശക്തിയും ക്ഷമയും ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും
അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും വളരെ ക്ഷമയോടുകൂടിയതായുള്ള ആത്മസംയമനത്തോടുകൂടിയതായുള്ള സമീപനം വേണ്ടതാണ്. ബന്ധുമിത്രാദികൾ മുഖാന്തരം വസ്തുതർക്കം പരിഹരിച്ചും കൊണ്ട് അർഹമായിട്ടുള്ള പൂർവികമായിട്ടുള്ള സ്വത്ത് ലഭിക്കുവാനും ഒരുപക്ഷെ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിൽ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുവാനും അതിന് തക്കവണ്ണം ഒരു വിഭാവനം ചെയ്യുവാൻ സാധ്യതയുണ്ട്. ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കുവാനായിട്ട് ഇതര സംസ്ഥാനത്തെ വിദ്യാലയത്തെ ആശ്രയിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. താരതമ്യേന കുറഞ്ഞ വിലയ്ക്കാണെങ്കിൽ പോലും ഭൂമി വിൽപ്പനയ്ക്ക് തയ്യാറാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. ഒരുപക്ഷെ കടം വാങ്ങിയതായിട്ടുള്ള സംഖ്യ തിരിച്ചു കൊടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതും ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ആചാരാനുഷ്ഠാനങ്ങളിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ അനുവർത്തിക്കുന്നത് വഴി പല വിധത്തിലുള്ള സാംക്രമിക രോഗങ്ങളെയും പകർച്ചവ്യാധിയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. പുതിയ ഭരണ സംവിധാനം നല്ലതൊക്കെ ആണെങ്കിൽ പോലും പ്രാവർത്തികമായിട്ട് മാത്രമേ അവലംബിക്കാവൂ. അല്ലാത്ത പക്ഷം തിരസ്കരിക്കപ്പെടുവാനും സാധ്യതയുണ്ട്. ശുഭസൂചകങ്ങളായിട്ടുള്ള സൽക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാനും അഹോരാത്രം പ്രവർത്തിക്കാനും അവസരം വന്നു ചേരും. യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തയ്യാറാകുന്നത് വഴി കുടുംബജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ആശ്വാസവും സമാധാനവും ഉണ്ടാകുവാനിടയുണ്ട്. ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും നേതൃത്വം നൽകുവാനും നേർന്നുകിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും സാധ്യതയുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗം ലഭിക്കും. ഒരുപക്ഷെ ജീവിത പങ്കാളി മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് ജില്ലകളിലോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രത്തിലോ ജോലികളെ ഏറ്റെടുത്ത് ജൂൺ മാസത്തിന് ശേഷം അവിടേക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണമുള്ള അവസരങ്ങൾക്ക് തയ്യാറാകുവാൻ ഇടയുണ്ട്. ഉത്സാഹികളായ ജോലിക്കാരുടെ നേതൃത്വത്തിൽ പുതിയ സ്ഥാപനത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുവാനോ നിലവിലുള്ള സ്ഥാപനത്തിൻ്റെ ഒരു ഉയർന്ന തസ്തിക ഏറ്റെടുക്കുവാനോ സാധ്യത കാണുന്നുണ്ട്. അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നതും സ്വീകരിക്കുന്നതും നന്നായിരിക്കും. പുത്രപൗത്രാദികളോടൊപ്പം വികസിത രാഷ്ട്രത്തിൽ മാസങ്ങളോളം താമസിക്കുവാനായിട്ട് യാത്രയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട്. സമയോചിതമായിട്ടുള്ള ഇടപെടലുകളെ കൊണ്ട് പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. പലപ്പോഴും ബന്ധുമിത്രാദികളാണെങ്കിലും സ്വന്തക്കാരാണെങ്കിലും പറയുന്ന കാര്യങ്ങളിൽ വാസ്തവ വിരുദ്ധമായിട്ടുള്ള പല ആശയങ്ങളും ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ എല്ലാം തിരുത്തുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ ഇത്രയും കാലത്തെ പ്രവൃത്തി പരിചയവും അനുഭവജ്ഞാനവും ഗുരു ഉപദേശവും ആയിരിക്കാം ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുള്ളത്. വിദേശ യാത്രയ്ക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അറിവുള്ള വിഷയങ്ങൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഒരുപക്ഷെ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും മേലധികാരി ചെയ്തു തീർക്കേണ്ടതായുള്ള പല ചുമതലകളാണെങ്കിൽ പോലും മേലധികാരിയുടെ പ്രതിനിധിയായി പ്രവർത്തിക്കാനുള്ള അവസരം അനുഭവജ്ഞാനത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. പാർശ്വഫലങ്ങളുള്ള മരുന്നുകൾ ഒഴിവാക്കി പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. ദൃഷ്ടിപഥത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണ് എന്ന ധാരണകൾ, മിഥ്യാധാരണകൾ ഒഴിവാക്കി വളരെ പ്രായോഗികമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള യുക്തിയും കഴിവും പ്രാപ്തിയും സ്വയമേവ ആർജിക്കുവാനായിട്ട് ചില കാര്യങ്ങളിലെല്ലാം തന്നെ സഹിഷ്ണുതയും ക്ഷമയും ആത്മസംയമനവും പാലിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഗർഭിണികൾക്ക് ഈ മാസത്തിൽ പൂർണ്ണ വിശ്രമം വേണ്ടി വരുവാനിടയുണ്ട്. പലപ്പോഴും നിഷ്കർഷ കൂടുതൽ ഉള്ള പ്രവൃത്തികളായതുകൊണ്ട് ചില ജോലിക്കാരിൽ നിന്നും
അസ്വാരസ്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കാനിടവരും. അർഹതയുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പലപ്പോഴും മറവി സംഭവിക്കുമോ എന്ന ധാരണയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചുകൊണ്ടും മനനം ചെയ്തുകൊണ്ടും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ പ്രതീക്ഷിച്ചതിലുപരിയെല്ലാം ഭംഗിയാക്കി ചെയ്തു തീർക്കുവാൻ സാധിക്കും. ഒരുപക്ഷെ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളും അനുഭവജ്ഞാനമുള്ളവരുടെ ഉപദേശങ്ങളും ഇതിന് ഉപോത്ബലകമായി തീരുവാനും ഈ അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ ജൂൺ മാസത്തിന് ശേഷം പുതിയ ഭരണ ചുമതലകൾ ഏറ്റെടുക്കുന്നതിൻ്റെ പ്രാരംഭം എന്ന നിലയിൽ പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. പലർക്കും ഗൃഹത്തിൽ നിന്ന് വിട്ടുനിന്ന് ഒരു പരിശീലനത്തിന് അവസരങ്ങൾ വന്നു ചേരുവാനാണ് സാധ്യതയുള്ളത്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ കഴിഞ്ഞ 6-7 മാസമായിട്ട് നിരന്തരം ക്ഷീണാവസ്ഥകളും ക്ഷയാവസ്ഥകളും വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനും മറ്റൊരാൾക്ക് ചിലപ്പോൾ വാടകയ്ക്ക് കൊടുക്കുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള അവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രത്യേകിച്ചും ലാഭശതമാനവും ബന്ധപ്പെട്ടതായിട്ടുള്ള വ്യാപാര മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അതിനെ വിഭാവനം ചെയ്യുവാനും ഇടയുണ്ട്. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. അമ്മയ്ക്ക് അസുഖങ്ങൾ വന്നു ചേരുന്നത് വഴി 1-2 ദിവസം ആശുപത്രിവാസം വേണ്ടി വരുവാനിടയുണ്ട്. പരീക്ഷയിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും. മംഗളവേളകളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. വർഷങ്ങളായിട്ട് അന്യനാട്ടിൽ താമസിക്കുന്ന പലർക്കും ജന്മനാട്ടിലെത്തിച്ചേരുവാനും ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും ഇടയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും 2025 അത് നിർത്തിവെക്കുകയും ചെയ്യുന്ന ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനുള്ള അവസരം വന്നു ചേരും. വിദേശ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുമെങ്കിൽ പോലും ചെലവിനങ്ങളുടെ നിമിത്തം ചിലർ തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കുവാനിടയുണ്ട്. മറ്റ് ചിലർ ഒറ്റയ്ക്ക് പോയിട്ട് കുടുംബാംഗങ്ങളെ പിന്നെ കൊണ്ടുപോവുക എന്ന ധാരണയോടുകൂടി തന്നെ തനിച്ചു പോകാൻ തക്കവണ്ണമുള്ള അവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. പലപ്പോഴും ഓർമ്മിച്ച് പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് എല്ലാം സഹപ്രവർത്തകരെ ഏൽപ്പിച്ചും കൊണ്ടോ എഴുതി വച്ചും കൊണ്ടെല്ലാം തന്നെ ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പുതിയ ഭരണ സംവിധാനം എല്ലാവർക്കും തൃപ്തികരമായുള്ള രീതിയിൽ അവലംബിക്കാനിടവരും. പുതിയ കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ 9 മാസത്തിൻ്റെ ഉള്ളിൽ വിളവെടുപ്പ് എന്ന സങ്കല്പത്തോടു കൂടിയതായിട്ടുള്ള കൃഷി രീതികളൊക്കെ ആയതുകൊണ്ട് സമാന ചിന്താഗതിയിലുള്ളവരുടെ സാമ്പത്തികമായിട്ടുള്ള സഹായവും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കും. അവ്യക്തമായിട്ടുള്ള പണമിടപാടുകളിൽ നിന്നും പിന്മാറുക തന്നെ ആയിരിക്കും നന്നാവുക. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതിനാൽ ജോലി രാജിവെക്കാൻ തീരുമാനിക്കുമെങ്കിലും ജൂൺ മാസത്തിന് ശേഷമേ നല്ല ജോലി ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്ന ധാരണ പോലും വേണ്ടതുമാണ്. ഭൂമിക്രയ വിക്രയങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നതാണ്. ആശകളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിക്ഷേപ സമാഹരണ യജ്ഞം ഈ മാസത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് രേഖാപരമായിട്ട് തന്നെ ഉടമസ്ഥരെ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ചെയ്തു തീർക്കേണ്ടതായുള്ള പല ചുമതലകളും ഈ മാസത്തിൽ തന്നെ പൂർത്തീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധ്യതയുള്ളൂ. ജീവിത നിലവാരം വർദ്ധിക്കുമെങ്കിൽ പോലും
ഗൃഹം വാങ്ങിക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറി ഒരു വാടക വീട്, കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ടുള്ള വാടക വീട്ടിലേക്ക് മാറി താമസിക്കാൻ തീരുമാനിക്കും. ഇതിൻ്റെ വെളിച്ചത്തിൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അകാരണമായിട്ടുള്ള ആധി വർദ്ധിക്കുന്നത് വഴി പലപ്പോഴും പരീക്ഷയിൽ അറിവുണ്ടെങ്കിൽ പോലും കൃത്യമായുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ സാധ്യതകൾ കുറയും. സ്വന്തം നിലപാടിൽ നിന്നും വ്യതിചലിക്കാതെ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് സമയബന്ധിതമായിട്ട് മാത്രമേ പ്രവർത്തന തലത്തിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ പോലും തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പൗരാണിക സംസ്കാരവും ആധുനിക സംവിധാനവും അവലംബിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കും. മറ്റുള്ളവരുടെ വിലപ്പെട്ട സമയത്തിന് മൂല്യം മനസ്സിലാക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വളരെ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തിക്കാനും ചിന്തിക്കാനും പ്രയത്നിക്കാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കാനിടവരും. വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ അടിസ്ഥാനപരമായിട്ട് വല്ല ദോഷങ്ങളുണ്ടോ എന്ന ജ്യോതിഷ വിധി പ്രകാരം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് വാങ്ങുവാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. അർപ്പണ മനോഭാവത്തോടു കൂടിയതായിട്ടുള്ള ആശയങ്ങൾ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കും. അപ്രധാനങ്ങളായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിൽ അവസരങ്ങൾ വന്നു ചേരും. ഈ വർഷത്തിൽ ഒടുവിൽ തന്നെ പൂർത്തീകരിക്കുന്ന കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനും ഒരുപക്ഷെ 2027 ആദ്യത്തിലേ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാൻ തക്കവണ്ണം വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഏറ്റെടുക്കുവാൻ ഇടയുണ്ട്. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് യോഗയും പ്രാണായാമവും സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാൻ തീരുമാനിക്കും. കലാകായിക മേഖലകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും നേതൃത്വം നൽകുവാനും അതിനോടൊപ്പം തന്നെ പരിശീലനത്തിന് തയ്യാറാകുവാനും ഇടയുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സജീവമായി പ്രവർത്തിക്കുന്നത് വഴി ജനപിന്തുണ ലഭിക്കുവാനും ഇടയുണ്ട്. മഹത് വ്യക്തികളുടെ ജീവിതാഭിലാഷങ്ങൾ പലപ്പോഴും പ്രാവർത്തികമാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം നിലയിൽ അതിൻ്റെ ചെറിയൊരു വിഭാഗം അനുവർത്തിക്കുവാനോ അതിനുവേണ്ടി പ്രയത്നിക്കുവാനോ സാധ്യത കാണുന്നു. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനിടയുണ്ട്. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പകർച്ചവ്യാധിയോ സാംക്രമിക രോഗങ്ങളോ പിടിപെടുവാനിടയുണ്ട്. മറ്റു ചിലർക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുവാനോ ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനോ സാധ്യത കാണുന്നു. പലപ്പോഴും സ്വല്പം സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളോ മനസ്സിന് ആധിയോ ഒക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ഈശ്വര പ്രാർത്ഥനകളെ കൊണ്ടും ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളെ കൊണ്ടും ജീവിത പങ്കാളിയിൽ നിന്നും ലഭിക്കുന്ന വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അവലംബിക്കുന്നത് കൊണ്ടും എല്ലാ കാര്യങ്ങളും മംഗളകരമാക്കി തീർക്കുവാൻ തൃക്കേട്ട നക്ഷത്രം ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ യോഗമുണ്ട്. നമസ്കാരം.